നമ്മൾ നമ്മുടെ കോട്ടേജിനടുത്ത് എത്താറായി. ഈ കോട്ടേജിൽ ഇതിൻ്റെ എന്താ പറയുക, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അതായത് എൻ്റെ ഫ്രണ്ടായ ഡയാനയും എൻ്റെ സിസ്റ്ററും കൂടിയാണ്. അപ്പം അവളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്ന്. അവൾ അറിയില്ല. അപ്പം അവൾക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്ന് നടക്കുന്നത്. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഇനി കാണാം. ഇത് ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ അകത്തോട്ടേക്ക് കയറി അവരെന്തൊക്കെയാണ് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ വീട്ടിനകത്തോട്ടേക്ക് കയറാൻ പോവാണ്. തുറക്ക്. ഇതാണ് നമ്മുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയുടെ റൂമാണിത്. ഇത് ജില്ല. ഇതായി നിൽക്കുന്നത് ജിത്തിയും ജില്ലയാണ്. എനിക്ക് തോന്നുന്നു ഡയാന എത്താറായും തോന്നുന്നു. അവർ രണ്ടുപേരും ഡെക്കറേറ്റ് ചെയ്ത്. നീതു ഫ്രിഡ്ജിനടുത്തേക്ക് ഓടുകയാണ്. കേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അവൾ കേക്ക് എടുത്തിട്ട് വരും. ഇത് അവരെത്തിക്കഴിഞ്ഞു. ഇതാ നമ്മുടെ സർപ്രൈസ് ബർത്ത്ഡേയുടെ ഡയാന നമ്മുടെ വീട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഇതെല്ലാവരും കൂടി അവളെ കൂട്ടിയിട്ട് അകത്തോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ട് അകത്തോട്ട് കയറാൻ പോവാണ്. അകത്തോട്ടേക്ക് വരുവാണ്. അപ്പുറം നിൽക്കുന്നോ? ഫ്രണ്ടോട്ട് അപ്പുറം നിൽക്കുവോ? ഇപ്പം നമ്മളുള്ളത് പിഞ്ചാര ഫെയർബ്രിഡ്ജ് വില്ലേജിലാണുള്ളത്. ഇവിടെ കുറേ കോട്ടേജസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ താമസിക്കുന്നത്. അത് അവിടെ കാണുന്ന ഒന്നാണ്. അതിൻ്റെ പേര് ക്ലൈവ് എന്നാണ്. ഇതിൻ്റെ പേര് ഷേക്സ്പിയർ എന്നാണ്. അങ്ങനെ പല പല തരത്തിലുള്ള കോട്ടേജസ് ഉണ്ട്. ഇത് അവിടെ ഒന്നുണ്ട്. അതിൻ്റെ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പേര്.
സൈഡിൽ കുറേ കോട്ടേജസ് ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പോയിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് കാണാം. ഇപ്പോൾ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടിലുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എല്ലാം നല്ല കുഞ്ഞു എനിക്ക് തോന്നുന്നു അപ്സ്റ്റേഴ്സ് ഉള്ള സംഭവമാണ് നമ്മുടെ അവിടെ ഉള്ളത്. ഇതിനും ഇത് സെയിം സംഭവമാണ് നമ്മളവിടെ ഉള്ളത്. അപ്സ്റ്റേഴ്സ് ഉണ്ട്. ചിലതൊക്കെ അപ്സ്റ്റേഴ്സ് ഇല്ല, ചെറുത് മാത്രമാണുള്ളത്. നമുക്കിനി കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ പോകുമ്പോൾ ഇതാ ഈ സൈഡിലുണ്ട് ഈ കോട്ടേജ്. ഇവിടെ അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ അങ്ങ് ഒരുപാട് ദൂരത്തോട്ട് ഉണ്ട്, കുറേ കാണുന്നുണ്ട്. ഞാൻ കണ്ടോ, ഇതാ ഒരുപാട് അവിടെയുള്ളത് കാണാനും നല്ല രസമുണ്ട്. പഴയ കാലത്തുള്ളത് പോലെയാണ് കാണാൻ, എല്ലാം കാണാൻ പഴയ കാലത്തുള്ള പോലെ തന്നെയാണ്. നമ്മൾ അവിടുന്ന് വീണ്ടും ഞാനുള്ള സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലൊരു റോഡുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് നടന്ന് അവിടെ എനിക്ക് തോന്നുന്നു ആ സൈഡിൽ ഇവിടെയും ഈ കോട്ടേജ് കാണുന്നുണ്ട് ഇവിടെയും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വുൾഫി എന്ന് പറയുന്ന സംഭവം കോട്ടേജാണിത്. അത് കഴിഞ്ഞ് താഴോട്ടേക്ക് വേറെ ഒന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് വീക്കെൻഡ് അല്ലേ, എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടും അവിടെ ഒരു ഇതുമുള്ളത്, നമ്മുടെ ബാർബിക്യൂ സെറ്റപ്പ് ഉണ്ട്. ഇന്ന് മഴയാണ്, പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെ ഇപ്പം മഴയൊന്നും അങ്ങനെ കാണുന്നില്ല. ഇനി എപ്പോഴാണ് മഴ വരുമെന്ന് ദൈവത്തിനറിയാം. ഇവിടുത്തെ മരങ്ങളും കണ്ടില്ലേ, ഞാൻ ഇലയൊക്കെ പൊഴിഞ്ഞ് ആകെ ഒരു റെഡ് കളർ ഫ്ലവർ മാത്രമായിട്ടാണുള്ളത്. ഞാൻ ഇതിലൂടെയൊക്കെ പോകുന്നുണ്ട്, എനിക്കറിയില്ല തിരിച്ച് ഞാൻ എവിടെ എത്തുന്നുള്ള കാര്യം. അത് നമ്മുടെ ഇതിൻ്റെ ബാക്കിലൂടെയാണ് പോകുന്നത്. നേരത്തെ കണ്ട കോട്ടേജിൻ്റെ ബാക്ക് സൈഡാണിത്. ആ കാണുന്നത് ഞാനിപ്പോൾ നടന്നിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ കോട്ടേജിൻ്റെ അവിടെയാണ്. നമ്മുടെ കോട്ടേജിൻ്റെ അവിടെ ഒരു ഡോറ്, പിറകിലൊരു ഡോറൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം ഞാനത് കണ്ടത്. ഇത് ഗ്ലാസ് ഗൗൾ എന്ന് പറഞ്ഞൊരു കോട്ടേജാണത്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ പറകിൽ നമുക്കൊന്ന് മേലെ, എനിക്ക് തോന്നുന്നത് അകത്തുനിന്ന് ലോക്ക്ഡൗൺ തോന്നുന്നു. നമുക്ക് വെറുതെ ഇവിടുന്ന് കയറി നോക്കാം. കയറിയിട്ട് താഴെ ഇറങ്ങാം. കണ്ടോ, ഇതിൻ്റെ പറകിൽ കണ്ടോ, നല്ല രസമില്ലേ? ഇതിൻ്റെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി മേലത്തെ വ്യൂ നോക്കാം. നമുക്ക് മേലെയുള്ള ഡോറ് ആരും മേലെ ഇല്ല, അതുകൊണ്ട് നമുക്ക് നമ്മൾ മേലെ എത്തി. കാണുന്നില്ലേ, ഇതാണ് ഈ സ്ഥലത്തിൻ്റെ, ഈ കോട്ടേജിൻ്റെ താഴെ കാണുന്നു. ഞാനിപ്പോൾ ഈ കോട്ടേജിൻ്റെ മുകളിലാണുള്ളത്. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് താഴത്തെ കാഴ്ച കാണാം. ഓക്കെ, 1 2 3. ഒരു 15 സ്റ്റെപ്പ് ഉണ്ടാവും താഴേക്ക് ഇറങ്ങാം. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് താഴത്തെ കാഴ്ച കാണാം. ഇതിൻ്റെ പിറകു വശമായത് ഇതൊരു ബെഞ്ചൊക്കെ ഉണ്ട്. നമ്മൾ കൊണ്ടുവന്ന സൈക്കിൾ ഇവിടെയൊക്കെ എല്ലാം ലോക്ക്ഡായി കിടക്കുക. എല്ലാവരും ഇപ്പം വെറുതെ പുറത്തിറങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വൈകുന്നേരം വഴിക്ക് ഈവനിങ് ടീക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഡ്രിങ്ക്സോ അതൊക്കെ കഴിക്കാം. ഇതിൻ്റെ ബാൽക്കണി ഞാൻ മുകളിൽ ഇതുവരെ കയറിയിട്ടില്ല. വീട് നമുക്ക് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. അവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ്. ഒരു ഡൈനിങ് റൂമായിട്ടാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിനി മുകളിലേക്ക് പോയിട്ട് നോക്കാം, മുകളിലെങ്ങനെ ഒക്കെ കയറി നമുക്ക് കയറുമ്പോൾ തന്നെയുള്ളത് ബെഡ്റൂമാണ്. ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് റൂഫിലാണുള്ളത്. അപ്പം ഇവിടെ രണ്ട് പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് നല്ലൊരു ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പുറത്തേക്ക് കാണുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി അടുത്ത റൂമിൽ പോയി നോക്കാം. ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുണ്ട്. അവർ 3 ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇത് ആ ഒരു ഫാനുണ്ട്, സീലിംഗ് ഫാനുണ്ട്, 2 ബൾബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, നമ്മുടെ ബാൽക്കണിയിലേക്ക്. രണ്ട് ബെഡുണ്ട്. പിന്നെ എനിക്കൊന്ന് ഇവിടെയും ഇവിടെയും റൂമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഞാൻ പുറത്തേക്ക് പോയില്ലേ, അതാണിത്. ആ ഒരു ഡോറ് ഞാൻ പുറത്ത് നേരത്തെ പുറത്തൂടെ കയറിയിട്ടുണ്ടായിരുന്നു, അതാണിത്. ഈ റൂം അത്യാവശ്യം ഒരു സിംഗിൾ ബെഡാണ് ഇട്ടേക്കുന്നവർ. ഈ റൂമിൽ അത്രയേ ഉള്ളൂ. ഇത് കണ്ടല്ലോ, ഇവരുടെ വിശാലമായ വലിയൊരു റൂമാണ്. ഇനി നമുക്ക് കിച്ചൺ കാണാം. ഇതിലൂടെ നമുക്ക് ഇത് നമ്മുടെ ബാക്കിലോട്ടാണ് വരിക. ഹായ്, റെന്നു എവിടെയാ പോകുന്നേ? എവിടെ? ആരാ ഉള്ളത്? റെന്നു ആരാ ഉള്ളത്? എല്ലാരും ഉണ്ടോ? എനിക്ക് പോസ് ചെയ്ത് അടുത്ത സ്ഥലം. ഇവിടെ അവർ നമ്മുടെ എക്സ്റ്റിങ്ഷൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചണാണ്. ഇത് നേരത്തെ നമ്മുടെ ബർത്ത്ഡേ റൂം. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിംഗിൾ ബെഡ്. കൗച്ച് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കാം. പിന്നെ നമ്മുടെ പഴയ കാലത്തുള്ള ചിമ്മിണി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പാർട്ടി ടൈമാണ്. അപ്പം ബാക്കി നമുക്ക് കാണാം. നമ്മള് 60 ml വോഡ്കയാണ് വേണ്ടത്. നമ്മൾ ഡയറക്റ്റ് ഷേക്കറിലേക്കാണ് ഇത് ഒഴിക്കുന്നത്. 60 ml വോഡ്ക. ലൈം ജ്യൂസ് 22.5 ml ആണ്. അപ്പൊ നമ്മൾ ഈ 30 ml കുറച്ചിട്ടെടുക്കും. ഇനി ലിക്കറാണോ? ഷുഗർ സിറപ്പ്. That to 22.5 ml. ഓക്കെ, ഇനി ലിക്കറാണോ? നമ്മുടെ ക്വാൻട്രോ ലിക്കറാണ് വേണ്ടത്. ഓക്കെ, അത് വെറും 7.5 ml ആണ് വേണ്ടത് നമുക്ക്. ഇത് ശരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഇതും ലൈമിന്റെ ഫ്ലേവറും ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഐസാണ്. ഇത് മിക്സ് ചെയ്യാനുള്ള ഐസ് വേണം. കുറച്ചധികം തന്നെ ഇടാം, കാരണം നമ്മൾ ഐസ് സ്ട്രെയിൻ ചെയ്ത് കളയുന്നതാണ്. ഓക്കെ, നമുക്കിത് ഷെയ്ക്ക് ചെയ്യാം. Go for it, please.
ഗ്ലാസ്സിലാക്കിയിട്ട് അകത്തോളം സ്ട്രെയിനർ വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് lemon wedge, lemon slice. Cheers.